ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊമോഷൻ എന്ന ചാപ്റ്ററിലെ എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സിലെ സെക്കൻഡ് എലമെൻ്റായ പേഴ്സണൽ സെല്ലിങ്സ് എന്ന ടോപ്പിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് പേഴ്സണൽ സെല്ലിംഗ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, difference between personal selling and advertising, and finally advantages or importance of personal selling എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഡു യു മീൻ ബൈ പേഴ്സണൽ സെല്ലിംഗ്? പേഴ്സണൽ സെല്ലിംഗ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദി പ്രൊമോഷൻ മിക്സ്. പ്രൊമോഷൻ മിക്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. It is the process of contacting the prospective buyers personally and persuading them to buy the products. പേഴ്സണൽ സെല്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോസ്പെക്റ്റീവ് ബയേഴ്സിനെ പേഴ്സണലി ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയും പ്രോഡക്ട്സുകൾ മേടിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇൻ ദി വേർഡ് ഓഫ് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ, personal selling is the oral presentation in a conversation with one or more prospective purchasers for the purpose of making sales. അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ പേഴ്സണൽ സെല്ലിങ്ങിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പേഴ്സണൽ സെല്ലിംഗ് എന്നത് ഒന്നോ അതിലധികമോ പ്രോസ്പെക്റ്റീവ് ബയേഴ്സുമായിട്ടുള്ള കോൺവെർസേഷൻസിലെ ഓറൽ പ്രസൻറ്റേഷൻസിനെയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി സെയിൽസ് പേഴ്സൺ ആൻഡ് എ പ്രോബബിൾ ബയ്യർ. സെയിൽസ് പേഴ്സണും ബയ്യേഴ്സും തമ്മിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഇൻവോൾവ്സ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പേഴ്സണലി. ഗുഡ്സുകളുടെയും സർവീസുകളുടെയും പേഴ്സണലായിട്ടുള്ള സെയിൽസാണ് ഈ പേഴ്സണൽ സെല്ലിങ്സിൽ മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ മോസ്റ്റ് എഫക്റ്റീവ് ടൂൾ ഓഫ് ഇൻക്രീസ് ഇൻ ദി സെയിൽസ്. സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഒരു ടൂളാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. Next, the objective of personal selling is to protect and promote interest of both the seller and the buyer. പേഴ്സണൽ സെല്ലിങ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സെല്ലേഴ്സിൻ്റെയും ബയേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും എന്നതാണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഫോർ ടെക്നിക്കൽ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ ഗുഡ്സുകൾക്ക് പേഴ്സണൽ സെല്ലിങ്സ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടൂളായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആയിട്ടാണ് പേഴ്സണൽ സെല്ലിങ്സിനെ കാണുന്നത്. ഹവർ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ എലമെൻറ്റ്സ് ബിക്കോസ് ഇറ്റ് യൂസസ് പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. മറ്റ് എലമെൻറ്റ്സുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് പേഴ്സണൽ സെല്ലിങ്സിനെ കാണുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേഴ്സണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഫോംസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സുകളാണ് പേഴ്സണൽ സെല്ലിങ്സിന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണൽ സെല്ലിങ്സ്. പേഴ്സണൽ സെല്ലിങ്സിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ടു സെർവ് ദി നീഡ്സ് ഓഫ് എക്സിസ്റ്റിംഗ് കൺസ്യൂമേഴ്സ്. നിലവിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു സെർച്ച് ഔട്ട് ആൻഡ് ഒബ്റ്റെയിൻ ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ കസ്റ്റമേഴ്സുകളെ ഒബ്റ്റെയിൻ ചെയ്യാനും സെർച്ച് ചെയ്യാനും പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ടു ഇൻഫോം ദി കസ്റ്റമേഴ്സ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദി പ്രോഡക്റ്റ് ലൈൻസിലെ ചേഞ്ചസുകളെ കുറിച്ച് കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു സെക്യൂർ കസ്റ്റമേഴ്സ് കോപ്പറേഷൻ ഇൻ സ്റ്റോക്ക് ഇൻ ദി പ്രോഡക്ട്സ് സ്റ്റോക്ക് ചെയ്യുന്നതിനും കസ്റ്റമേഴ്സിൻ്റെ കോപ്പറേഷൻസ് അഥവാ കസ്റ്റമേഴ്സിൻ്റെ സഹകരണം ഉറപ്പാക്കുന്നതിനും പേഴ്സണൽ സെല്ലിങ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു അസിസ്റ്റ് ദി ഡീലേഴ്സ് ഇൻ സെല്ലിംഗ് ദി പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നതിന് ഡീലർമാരെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്,
ടു പ്രൊവൈഡ് ടെക്നിക്കൽ അഡ്വൈസ് ആൻഡ് അസിസ്റ്റൻറ്റ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ അഥവാ കൺസ്യൂമേഴ്സിന് ടെക്നിക്കലായിട്ടുള്ള അഡ്വൈസസുകളും അതുപോലെ തന്നെ ഹെൽപ്പും അഥവാ സഹായമൊക്കെ എന്താണ് പേഴ്സണൽ സെല്ലിങ്സിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് അഡ്വൈസ് ആൻഡ് അസിസ്റ്റൻറ്റ് ടു മിഡിൽമാൻമാർക്ക് അഡ്വൈസും അതുപോലെ തന്നെ ഹെൽപ്പും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ സെല്ലിങ്സിലൂടെ. മിഡിൽമാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. നെക്സ്റ്റ്, ടു ഒബ്റ്റെയിൻ എ സ്പെസിഫൈഡ് വോളിയൂം ഓഫ് സെയിൽസ് ഒബ്റ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു സെക്യൂർ, റീറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ദി മാർക്കറ്റ് ഷെയർ പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് മെച്ചപ്പെടുത്താനും ഒക്കെ പേഴ്സണൽ സെല്ലിങ്സിലൂടെ സാധിക്കുന്നുണ്ട്. ഇത്രയും ഒബ്ജക്റ്റീവ്സ് ആണ് പേഴ്സണൽ സെല്ലിങ്സിന് മെയിനായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറൻസസ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തത്, ഇൻ ദ കേസ് ഓഫ് അഡ്വർടൈസിങ് ദർ ഇസ് നോ പേഴ്സണൽ കോൺടാക്ട് ബിറ്റ്വീൻ ദി അഡ്വർടൈസർ ആൻഡ് ദി ബയർ. But in the case of personal selling, the salesman has face-to-face contact with the buyers. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള പേഴ്സണൽ കോൺടാക്ട്സും അഡ്വർടൈസറും ബയ്യറും തമ്മിലുണ്ടായിരിക്കില്ല. നേരെ മറിച്ച് പേഴ്സണൽ സെല്ലിങ്സിൽ സെയിൽസ്മാനും ബയ്യേഴ്സും തമ്മിൽ ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, അഡ്വർടൈസിങ് ആസ് എ വൈഡർ സ്കോപ്പ് ദാൻ പേഴ്സണൽ സെല്ലിംഗ്. അഡ്വർടൈസിങ് റീച്ചസ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വൈൽ പേഴ്സണൽ സെല്ലിംഗ് ഇൻവോൾവ് ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് എ ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾസ്. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞ വൈഡ് സ്കോപ്പാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ സെല്ലിങ്സ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിലേക്ക് റീച്ച് ചെയ്യപ്പെടുന്നുണ്ട്, അഥവാ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിലേക്ക് അത് എത്തിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് വൈഡ് സ്കോപ്പാണ്. നേരെ മറിച്ച് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾസിലേക്ക് മാത്രമേ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് പേഴ്സണൽ സെല്ലിങ്സ് നമ്മൾ ലിമിറ്റഡ് സ്കോപ്പ് ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ്, അഡ്വർടൈസിങ് ഇൻവോൾവ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് വൺ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. whereas the personal selling involve the two way communication. Personal selling എന്ന് പറയുന്നത് two way communication അഥവാ ബയേഴ്സും സെല്ലേഴ്സും ഫേസ് ടു ഫേസ് കോൺടാക്ട് എന്താണ് അവിടെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, അഡ്വർടൈസിങ് ഈസ് ഇൻഫ്ലെക്സിബിൾ ആസ് ഇറ്റ് പ്രൊവൈഡ് സെയിം മെസ്സേജസ് for all the buyers. Personal selling is flexible as the messages can be adjusted to the requirements of different buyers. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലെക്സിബിൾ ആണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മെസ്സേജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം മെസ്സേജസ് എന്താണ് എല്ലാ ബയേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്. ആസ് ദി മെസ്സേജസ് ക്യാൻ ബി അഡ്ജസ്റ്റ്. ആ മെസ്സേജസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനും അതിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താനൊക്കെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, അഡ്വർടൈസിങ് യൂസസ് സെവറൽ മീഡിയാസ് ലൈക്ക് റേഡിയോ, TV, journal, etc. Personal selling uses only face-to-face communication, involve the oral communications. അഡ്വർടൈസിങ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഡിയാസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് റേഡിയോസ് ആണെങ്കിലും TV ആണെങ്കിലും ജേർണൽസ് ആണെങ്കിലും ഈ പറയുന്ന എല്ലാ മീഡിയാസുകളും അഡ്വർടൈസിങ്ങിലൂടെ അഡ്വർടൈസിങ് യൂസ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഓൺലി ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് പേഴ്സണൽ സെല്ലിങ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള മീഡിയ എന്നറിയപ്പെടുന്നത്. അതുമാത്രമല്ല ഓറൽ കമ്മ്യൂണിക്കേഷനാണ് പേഴ്സണൽ സെല്ലിങ്സിന് മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അഡ്വർടൈസിങ് കോസ്റ്റ് ആർ ലോവർ പെർ കസ്റ്റമർ ആസ് കമ്പയർഡ് ടു ദി കോസ്റ്റ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്സിൻ്റെ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും അഡ്വർടൈസിങ് കോസ്റ്റ് എന്താണ് കുറവായിരിക്കും. നെക്സ്റ്റ്, അഡ്വർടൈസിങ് ഈസ് ഓഫൺ കണ്ടക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ ഏജൻസി. പേഴ്സണൽ സെല്ലിംഗ് ഈസ് അറേഞ്ച്ഡ് ബൈ ദി ഫേം ഇറ്റ്സെൽഫ്. അഡ്വർടൈസിങ് പലപ്പോഴും ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നടത്തുന്നത്. പേഴ്സണൽ സെല്ലിങ്സ് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡിഫറൻസുകളാണ് അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്സും തമ്മിലുള്ളത്. അപ്പോൾ നിങ്ങളടുത്തൊരു 5 മാർക്കിനും അല്ലെങ്കിൽ 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അഡ്വർടൈസിങ് എന്നും എന്താണ് പേഴ്സണൽ സെല്ലിങ്സ് എന്നും ആദ്യം എഴുതുക. ദെൻ അതിൻ്റെ അടിയിൽ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിങ്സ് എന്ന് എഴുതിയിട്ട് കോളം വരച്ചിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. അല്ലാതെ നിങ്ങളിങ്ങനെ പോയിന്റ്സ് വൈസ് ആയിട്ട് എഴുതരുത്, കോളം ബേസ്ഡ് ആയിട്ടാണ് എഴുതേണ്ടത്. നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോഴും അതേപോലെ തന്നെ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, മീനിങ് ഓഫ് സെയിൽസ്മാൻഷിപ്പ്. സെയിൽസ്മാൻഷിപ്പ് ഈസ് എ സ്കിൽ യൂസർ ബൈ എ സെയിൽസ് പേഴ്സൺ ഇൻ പേഴ്സണൽ സെല്ലിംഗ്.
പേഴ്സണൽ സെല്ലിങ്സിൽ ഒരു സെയിൽസ് പേഴ്സൺ ഉപയോഗിക്കുന്ന സ്കിൽസിനെയാണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. സെയിൽസ്മാൻഷിപ്പ് ഈസ് എൻ ആർട്ട് ഓഫ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ സെല്ലർ ആൻഡ് എ ബയ്യർ. സെല്ലറും ബയ്യറും തമ്മിലുള്ള ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു കലയാണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ഓർ സെയിൽസ്മാൻഷിപ്പ്. സെയിൽസ്മാൻഷിപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ്സിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പ്രാധാന്യങ്ങളും എന്തെല്ലാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 കാറ്റഗറി ആയിട്ടാണ് സെയിൽസ്മാൻഷിപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ്സിൻ്റെ അഡ്വാൻറ്റേജസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 1 അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചേഴ്സ്, 2 അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ്, 3 അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചേഴ്സ്. മാനുഫാക്ചേഴ്സിൻ്റെ അണ്ടറിൽ ഏതെല്ലാം രീതിയിലുള്ള ഗുണങ്ങളാണ് പേഴ്സണൽ സെല്ലിങ്സിലൂടെ ഉണ്ടാവുന്നത്? അതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് മാനുഫാക്ചേഴ്സ് ഗെറ്റ് ലാർജർ പ്രോഫിറ്റ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് സെയിൽസ്. സെയിൽസ് ഇൻക്രീസ് ചെയ്തതിനാൽ മാനുഫാക്ചേഴ്സിന് വലിയ തോതിലുള്ള പ്രോഫിറ്റ്സ് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ്, സെയിൽസ്മാൻ ഹാവ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വിത്ത് ദി കൺസ്യൂമേഴ്സ് ആൻഡ് ഹെൻസ് they can help the manufacturers to produce goods according to the needs of the society. സെല്ലേഴ്സിന് കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ സൊസൈറ്റിയിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഗുഡ്സുകൾ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് മാനുഫാക്ചേഴ്സിനെ സഹായിക്കാനാകുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സെയിൽസ്മാൻഷിപ്പ് ഹെൽപ്സ് ഇൻ ഡിമാൻഡ് ക്രിയേഷൻ, ദസ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സെയിൽസ്മാൻഷിപ്പിന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് ക്വിക്ക് സെയിൽസ് ആൻഡ് അക്യുമുലേഷൻ ഓഫ് സ്റ്റോക്ക് ഈസ് അവോയ്ഡഡ്. പേഴ്സണൽ സെല്ലിങ്സിലൂടെ പെട്ടെന്നുള്ള സെയിൽസ് നടത്തുന്നുണ്ട്, അഥവാ പെട്ടെന്നുള്ള സെയിൽസ് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ സ്റ്റോക്ക് കളക്ട് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ബിൽഡ് ഗുഡ് വിൽ ഓഫ് ദി ഫേം. പേഴ്സണൽ സെല്ലിങ്സിലൂടെ ഫേം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗുഡ് വിൽസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അഥവാ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ അണ്ടറിൽ ഏതെല്ലാം രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ആണ് അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ഗുണങ്ങളാണ് പേഴ്സണൽ സെല്ലിങ്സിലുള്ളത്? ഒന്നാമത്തെ, സെയിൽസ്മാൻ ഇൻഫോം ദി കൺസ്യൂമേഴ്സ് അബൌട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ന്യൂ പ്രോഡക്ട്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്രോഡക്ട്സുകളുടെ നിലനിൽപ്പിനെ കുറിച്ച് സെയിൽസ്മാൻമാർ കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദി കൺസ്യൂമേഴ്സ് ഇൻ സെലക്ടിങ് ബെസ്റ്റ് ഗുഡ് സ്യൂട്ടഡ് ടു ദയർ ടേസ്റ്റ് ആൻഡ് പേഴ്സസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അവരുടെ ടേസ്റ്റിനും പേഴ്സസിനും അനുയോജ്യമായ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗുഡ്സുകൾ സെലക്ട് ചെയ്യാൻ പേഴ്സണൽ സെല്ലിങ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് എഡ്യൂക്കേറ്റ് ആൻഡ് ഗൈഡ് ദി കൺസ്യൂമേഴ്സ് ഇൻ ദി ടാസ്ക് ഓഫ് ബൈയിങ് ടാസ്കിൽ കസ്റ്റമേഴ്സിനെ പേഴ്സണൽ സെല്ലിങ്സിലൂടെ ഇത് ഗൈഡ് ചെയ്യുകയും ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എ ട്രൂ സെയിൽസ്മാൻ ആക്ട് ആസ് എ ഫ്രണ്ട് ആൻഡ് എ ഗൈഡ് ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് സപ്പോർട്ടർ ആൻഡ് എൻ എയ്ഡ് ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ്. ഒരു ട്രൂ സെല്ലേഴ്സിന് ഫ്രണ്ട്സിൻ്റെയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെയും സപ്പോർട്ടും ഗൈഡും ഒക്കെ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി. സൊസൈറ്റീൻ്റെ അണ്ടറിൽ സെയിൽസ്മാൻഷിപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ്സ് ഏത് രീതിയിലുള്ള ബെനഫിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെയിൽസ്മാൻഷിപ്പ് ബൈ ഇൻക്രീസിങ് ബിസിനസ് ആക്ടിവിറ്റീസ് റൈസസ് ദി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദിസ് ഇൻക്രീസസ് ദി ഇൻകം ആൻഡ് ദി വെൽഫെയർ ഓഫ് ദി കമ്മ്യൂണിറ്റി. ഇവിടെ പറയുന്നത് ബിസിനസ് ആക്ടിവിറ്റീസുകൾ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെയുള്ള സെയിൽസ് അത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുകൾ ഉയർത്തുകയും ഇത് സൊസൈറ്റിയിൽ ഇൻകം ആൻഡ് വെൽഫെയർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ പേഴ്സണൽ സെല്ലിങ്സ് അല്ലെങ്കിൽ സെയിൽസ്മാൻഷിപ്പിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ഓർ സെയിൽസ്മാൻഷിപ്പ് എന്ന് ചോദിച്ചാലും വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ്മാൻഷിപ്പ് ഓർ പേഴ്സണൽ സെല്ലിങ്സ് എന്ന് ചോദിച്ചാലും സെയിം ആണ്. ഇപ്പോൾ പേഴ്സണൽ സെല്ലിങ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ ഇന്ന് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പേഴ്സണൽ സെല്ലിങ്സ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്
അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിങ്സും തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ ഫൈനലി അഡ്വാൻറ്റേജസ് ടു പേഴ്സണൽ സെല്ലിംഗ് ഓർ സെയിൽസ്മാൻഷിപ്പ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.